ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഡെയിലി യൂസ് ചെയ്യുന്ന 3 ഇഡിയംസ് ആണ്. ഈ ഇഡിയം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഡെയിലി ഇംഗ്ലീഷ് സ്പീക്കിങ്ങിൽ യൂസ് ചെയ്യാവുന്നതാണ്. അതിൽ ആദ്യത്തെ ഇഡിയമാണ് മിസ് ദ ബോട്ട്, രണ്ടാമത്തത് കീപ്പ് യുവർ ഫിംഗേഴ്സ് ക്രോസ്ഡ്, മൂന്നാമത്തത് ഇൻ നോ ടൈം. ഇനി നമുക്ക് ഇതിൻ്റെ എല്ലാം മീനിങ് എന്താണെന്ന് നോക്കാം. മിസ് ദ ബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുക. നിങ്ങൾക്കൊരു അവസരം വന്നു, ആ അവസരം നഷ്ടപ്പെട്ടതിനെയാണ് നമ്മൾ എന്ത് പറയുക, മിസ് ദ ബോട്ട് എന്ന് പറയാം. ഐ മിസ് ദ ബോട്ട് ബിക്കോസ് ഐ അപ്ലൈഡ് ടു ലേറ്റ്. അതായത് എനിക്ക് ആ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടു, കാരണം എന്താണ്, ഞാൻ അപ്ലൈ ചെയ്തത് വളരെ ലേറ്റ് ആയിട്ടായിരുന്നു. ഡോണ്ട് മിസ് ദ ബോട്ട്, രജിസ്റ്റർ ടുഡേ. നിങ്ങൾ പറയില്ലേ, ഡോണ്ട് മിസ് ദ ഓപ്പർച്യൂണിറ്റി, ആ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്, രജിസ്റ്റർ ടുഡേ, ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. അവിടെ ഈ ഡോണ്ട് മിസ് ദ ഓപ്പർച്യൂണിറ്റി എന്നുള്ളിടത്ത് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഡോണ്ട് മിസ് ദ ബോട്ട്. അടുത്തത് ഷീ മിസ് ദ ബോട്ട് ഓൺ ദ ഡിസ്കൗണ്ട് സ്കെയിൽ. അവൾ ആ ഡിസ്കൗണ്ട് സ്കെയിൽ നടന്ന ആ അവസരം അവൾ നഷ്ടപ്പെടുത്തി. അപ്പോൾ മിസ് ദ ബോട്ട് എന്ന് പറഞ്ഞാൽ ആ ഓപ്പർച്യൂണിറ്റി അവൾ മിസ്സ് ചെയ്തു എന്നാണ്. അപ്പോൾ മിസ് ദ ബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റിനെയാണ് നഷ്ടപ്പെടുത്തി എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് മിസ് ദ ബോട്ട് എന്ന് പറഞ്ഞത്. നമുക്കിപ്പോൾ അതിൽ തന്നെ നമ്മൾ ആ വേർഡ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കും, നമുക്ക് ബോട്ട് നഷ്ടമായി എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ നമ്മുടെ ഓപ്പർച്യൂണിറ്റി നഷ്ടമായി എന്നാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തേത് കീപ്പ് യുവർ ഫിംഗേഴ്സ് ക്രോസ്ഡ്. അതായത് കീപ്പ് യുവർ ഫിംഗേഴ്സ് ക്രോസ്ഡ് നമുക്കറിയാം, നമ്മൾ വാട്സപ്പിലൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ മിക്കൊരു റിപ്ലൈ തരുമ്പോൾ ഫിംഗേഴ്സ് ക്രോസ്ഡ് ആയിട്ടുള്ള ഇമോജി അയക്കാറുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നല്ലത് വരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു, ഒരു പ്രതീക്ഷയുടെ, ഒരു ഹോപ്പിൻ്റെ ഒരു സൂചകമായിട്ടാണ് ഈ ഒരു കീപ്പ് യുവർ ഫിംഗേഴ്സ് ക്രോസ്ഡ് എന്ന ഇടി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ആരെങ്കിലും ഒരു ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഞാൻ നല്ലത് വരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു എന്നുള്ള രീതിയിൽ ഈ ഒരു കീപ്പ് യുവർ ഫിംഗേഴ്സ് ക്രോസ്ഡ് പറയാം. നമുക്ക് എക്സാമ്പിൾ നോക്കാം. കീപ്പ് യുവർ ഫിംഗേഴ്സ് ക്രോസ് ഫോർ മൈ ഇൻ്റർവ്യൂ. എൻ്റെ ഇൻ്റർവ്യൂവിന് നല്ലത് വരട്ടെ എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണം, പ്രാർത്ഥിക്കണം എന്നൊക്കെയുള്ളൊരു രീതിയിലാണ്. വി ആർ കീപ്പിംഗ് അവർ ഫിംഗേഴ്സ് ക്രോസ് ഫോർ ഗുഡ് വെതർ. ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെ ഇരിക്കുകയാണ് ഒരു ഗുഡ് വെതറിന് വേണ്ടി. അടുത്തത് കീപ്പ് യുവർ ഫിംഗേഴ്സ് ക്രോസ്ഡ് ഐ മേ ഗെറ്റ് ദ ജോബ്. ഞാൻ പ്രതീക്ഷയോടെ ഇരിക്കുകയാണ്, ഐ മേ ഗെറ്റ് ദ ജോബ്, എനിക്ക് ആ ജോലി കിട്ടുമായിരിക്കും. അപ്പോൾ പ്രതീക്ഷയോടെ ഇരിക്കുക എന്നുള്ളതിനാണ്, പ്രതീക്ഷയ്ക്കാണ് കീപ്പ് യുവർ ഫിംഗേഴ്സ് ക്രോസ്ഡ് എന്ന് പറയുന്നത്. അടുത്ത ഇൻ നോ ടൈം എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ, അതായത് ഒട്ടും വൈകാതെ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട്. അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും നേരത്തെ, അതായത് ഒട്ടും വൈകാതെ തന്നെ, ഇൻ നോ ടൈം, വളരെ പെട്ടെന്ന് തന്നെ ചെയ്തു, അല്ലെങ്കിൽ വളരെ വേഗത്തിൽ ചെയ്തു എന്ന് പറയാനാണ്. യു വിൽ ലേൺ ദിസ് വേർഡ്സ് ഇൻ നോ ടൈം. നീ എന്തായാലും ഈ വാക്കുകൾ പഠിക്കും ഒട്ടും വൈകാതെ, വളരെ വേഗത്തിൽ, ഇൻ നോ ടൈം. അതായത് നമ്മളൊരു പ്രതീക്ഷിക്കുന്നതിനേക്കാൾ മുമ്പ് ഒരു ഇൻ നോ ടൈമിൽ നീ അത് പഠിച്ചെടുക്കും. ഷീ ഫിനിഷ്ഡ് ഹെർ ഹോംവർക്ക് ഇൻ നോ ടൈം. അപ്പോൾ നമ്മൾ പറയണം, അവളെ ഞാനിപ്പോൾ റൂമിലേക്ക് ഹോംവർക്ക് ചെയ്യാൻ വിട്ടതുള്ളൂ, പക്ഷെ ഒട്ടും വൈകാതെ തന്നെ അവളത് ചെയ്ത് തീർത്തു. അപ്പോൾ നമുക്ക് പറയാം, ഐ ഡോണ്ട് നോ, ഷീ ഫിനിഷ്ഡ് ഹെർ ഹോംവർക്ക് ഇൻ നോ ടൈം. അവളുടെ ഹോംവർക്ക് ചെയ്ത് തീർത്തു ഒട്ടും വൈകാതെ തന്നെ, പെട്ടെന്ന് തന്നെ. ദ ഫുഡ് വാസ് റെഡി ഇൻ നോ ടൈം. വളരെ ഒട്ടും വൈകാതെ, വളരെ വേഗത്തിൽ തന്നെ ഫുഡ് റെഡിയായി എന്നുള്ള അർത്ഥമാണ്. ദ ഫുഡ് വാസ് റെഡി ഇൻ നോ ടൈം. അപ്പോൾ നമുക്ക് ഒരുപാട് സമയം എടുത്തില്ല, അല്ലെങ്കിൽ ഒട്ടും വൈകിയില്ല എന്നൊക്കെ അർത്ഥത്തിനാണ് ഇൻ നോ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നാളെ ഇപ്പോൾ അടുക്കളയിലൊക്കെ കയറി എന്തെങ്കിലും ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒട്ടും വൈകാതെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ നിങ്ങൾക്ക് ഇൻ നോ ടൈം, ഞാനത് ഫിനിഷ് ചെയ്തു എന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ 3 ഇഡിയം നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ നിങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് വളരെ നിങ്ങളുടെ ഇംഗ്ലീഷിൽ മെച്ചപ്പെട്ട രീതിയിൽ ഈ ഇഡിയം ഉപയോഗിച്ച് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്കൊരു ഷോർട്ട് പാരഗ്രാഫ് നോക്കാം ഈ 3 ഇഡിയം വെച്ചിട്ടുള്ളത്. I almost missed the boat because I waited too long to join an English class. Now I keep my fingers crossed before every speaking practice because I want to improve. I practice every day and I am sure I will speak English confidently in no time. ഇത് നോക്കി, ഇതിലെ എല്ലായിടത്തും ആ 3
ഇഡിയംസും വളരെ കൃത്യമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇഡിയംസിൻ്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പാരഗ്രാഫ് വായിക്കുമ്പോൾ മനസ്സിലാക്കും. അതിനുശേഷം നിങ്ങളും ഇതുപോലെ ചെറിയ പാരഗ്രാഫും അതുപോലെ അല്ലെങ്കിൽ ചെറിയ സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് അത് നിങ്ങൾക്കിപ്പോൾ കറക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ചാറ്റ് ജിപിടിയോട് ചോദിച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഈ വേർഡ്സ് കറക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ എയിം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പഠിക്കുക, ഇഡിയംസ് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചാറ്റ് ജിപിടിയോട് ചോദിച്ചിട്ടാണെങ്കിലും ഈ ഇഡിയംസിൻ്റെ കൂടുതൽ യൂസുകൾ നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നതാണ്. ഇഡിയം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഗൈസ്.